ഞങ്ങളുടെ പരാതി എവിടെയാ? ഞങ്ങളുടെ പരാതി ആ കേന്ദ്രവിരുദ്ധ മനോഭാവത്തിന്റെ മറവിൽ സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടും ധനകാര്യ മിസ്മാനേജ്മെന്റും ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു പരാജയപ്പെട്ട സർക്കാർ ആ കേന്ദ്രവിരുദ്ധ വികാരത്തിന്റെ മറവിൽ ഒളിക്കാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഞങ്ങൾ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നല്ലോ. എംപിമാര് സംയുക്തമായിട്ട് നിവേദനം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ എവിടെയാ തെറ്റിയത്? കേന്ദ്രവിരുദ്ധം കാണിക്കുന്ന ഡെവല്യൂഷൻ ഓഫ് ടാക്സിന്റെ, റവന്യൂ ഡെഫിസിറ്റിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അതിനു പകരം കേരളത്തിലെ നികുതി പിരിവിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ധനകാര്യ മിസ്മാനേജ്മെന്റും ധൂർത്തിന്റെയും മുഖമുദ്രയായിരിക്കുന്ന ഒരു സംസ്ഥാനം, അതിന്റെ മറവിൽ തങ്ങളുടെ കഴിവുകേടിനെ മറച്ചു വെക്കുന്ന രീതിയിൽ അത് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ട് വരുന്നത് കൊണ്ട് ഞങ്ങൾ അതിൽ ഒരുമിച്ചില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് അഭിലാഷ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ UDFന്റെ എംപിമാർ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്തു. ഇല്ലേ? ഞങ്ങൾ സമരത്തിന് തയ്യാറാണ്. പക്ഷെ പിണറായി വിജയനൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെയും ധൂർത്തിന്റെയും വീഴ്ച മറച്ചു വെക്കാൻ നടത്തുന്ന ഒരു എക്സർസൈസിൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറല്ല. കർണാടകയുടെ സമരം ന്യായമാണ്. കേരളത്തിന് ഡെവല്യൂഷൻ ഓഫ് ടാക്സ് സംബന്ധിച്ചും മറ്റു വിഷയങ്ങൾ സംബന്ധിച്ചും ഉയർത്തുന്നത് ന്യായമാണ്. ഇപ്പൊ കർണാടകത്തിൽ എത്രയാ? കഴിഞ്ഞ സാമ്പത്തിക വർഷം കർണാടകത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തിൽ കിട്ടിയത് 1621 കോടി രൂപ മാത്രമാണ്. കേരളത്തെക്കാൾ ഉയർന്ന പോപ്പുലേഷനുള്ള കർണാടക. അതേസമയം കേരളത്തിന് 4639 കോടി രൂപ കിട്ടിയിരുന്നു. അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ അത്തരത്തിലുള്ള കേന്ദ്രവിരുദ്ധ സമരങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കൊരു ചോദ്യം അരുൺകുമാറിന് വരുമ്പോൾ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവരെയും, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവരെ ക്ഷണിച്ചിട്ടുണ്ട്. മമതാ ബാനർജിയെ CPM ഈ സമരത്തിലേക്ക് ക്ഷണിക്കുമോ? ബംഗാളിനോട് BJPക്ക് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് അത്തരത്തിലൊരു വിവേചനമില്ല എന്ന് ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടി കൂടിയായ CPMന് അഭിപ്രായമുണ്ടോ? അപ്പൊ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ധനകാര്യ മാനേജ്മെന്റ് ഡീറ്റെയിലിൽ പോയി ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, 57,400 അഭിലാഷ് പോലും പറയുന്ന ഒരു ഇമാജിനറി ഫിഗറിലേക്ക് നമ്മളുടെ ചർച്ച മുഴുവൻ എത്തിക്കുകയാണ്. എവിടെയാണ് ഈ 57,400 കോടി രൂപ? അതാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഫിസ്ക്കൽ പ്ലാനിങ് നടക്കേണ്ടത് അതൊരിക്കലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫിഗർ വെച്ചല്ല, മറിച്ച് നമ്മളുടേതായ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നമ്മുടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക. സംസ്ഥാന സർക്കാർ എന്താ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. കടമെടുപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കിഫ്ബിയെ സംബന്ധിച്ച് കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കയല്ലേ? അന്ന് എന്തായിരുന്നു? ഈ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ പെടാതെ കൊണ്ട് ബഡ്ജറ്ററി പ്രൊവിഷൻസിന് പുറത്ത് ഒരു പുതിയൊരു ആശയം ഇടതു ബദൽ എന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ തോമസ് ഐസക് പറഞ്ഞ എന്താ? എങ്ങനെ വിഭവസമാഹരണം നടത്തും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചിട്ടി പിരിച്ച് കാശുണ്ടാക്കും എന്നാണ് പറഞ്ഞത്, അല്ലേ? ആ ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ ഈ തോമസ് ഐസക്കിന് കഴിഞ്ഞോ? 1 രൂപയെങ്കിലും ലോകം മുഴുവൻ ചുറ്റിയല്ലോ, ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ കൊണ്ടുവന്നോ? പറ്റിയില്ല. എന്നിട്ട് 1.75% കേരളത്തിന് കടമെടുക്കാൻ അല്ലെങ്കിൽ കടം തരാൻ ഏജൻസികൾ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ മസാല ബോണ്ട് കൊടുത്തു 9.7% കടമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ മുഴുവൻ ബാധ്യത, തിരിച്ചടവിന്റെ മുഴുവൻ ബാധ്യത അത് ഖജനാവിലേക്ക് കൊണ്ടുവന്നു. ഖജനാവിലേക്ക് കൊണ്ടുവരേണ്ട മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെയും അതുപോലെ തന്നെ സെസ്സിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാം തിരിച്ചടവ് അതിൽ നിന്ന് പോയപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് ബാധ്യതയിൽ വരുമെന്ന് കോൺഗ്രസ് അന്ന് പറഞ്ഞല്ലേ? അന്ന് കോൺഗ്രസിനെ അപഹസിച്ചവർ ഇന്ന് കിടന്ന് കരഞ്ഞാൽ എന്തു ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ എന്നിട്ട് അതിനെ പിന്തുണയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്ര അനുകൂല മനോഭാവമാണ് എന്ന് വരുത്തി തീർക്കാൻ ശരിയാവുമോ? അപ്പൊ കേരളത്തിലെ ധനകാര്യ, ഞാൻ ഒരു മിനിറ്റ് കൂടി പറഞ്ഞു നിർത്താം. പിന്നെ മറ്റൊന്ന്, 25,000 കോടി IGSTയുടെ വിഹിതം ലഭിക്കേണ്ടത് ഈ സർക്കാർ നഷ്ടപ്പെടുത്തി. ഒരു ചർച്ചയിലും ഇവരിതിനെ സംബന്ധിച്ച് പറയുന്നില്ല. നമ്മൾ പറയുന്ന ഇവർ ഇമാജിനറി ഫിഗറായിട്ട് 57,400 എന്ന് പറയുന്ന കടമെടുപ്പ് എടുത്തിരുന്നെങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഇവർ നഷ്ടപ്പെടുത്തിയ തുക നോക്കൂ. 13,000 കോടി കഴിഞ്ഞതിന് മുൻപത്തെ സാമ്പത്തിക വർഷം നികുതി പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തി.
25,000 കോടി IGST വിഹിതം ഇവിടെ റിട്ടേൺ ഫോമുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ അതിന്റെ അസസ്സുകളെ ബോധ്യപ്പെടുത്താത്തതിന്റെ പേരിൽ GST വകുപ്പ്, നികുതി പിരിവിന്റെ വകുപ്പ് കാണിച്ച അനാസ്ഥയുടെ പേരിൽ നഷ്ടപ്പെടുത്തി. 38,000 കോടി രൂപ അങ്ങനെ തന്നെ ലഭിക്കുമായിരുന്നല്ലോ. 38,000 കോടി അങ്ങനെ തന്നെ ലഭിക്കുമായിരുന്നില്ലേ? ഇനി പൊതുകടം നോക്കൂ, 3.9 ലക്ഷം കോടി രൂപയിൽ പൊതുകടമത്തിൽ നിൽക്കുകയാണ്. പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാർ വരുമ്പോൾ എത്രയായിരുന്നു? 1.5 ലക്ഷം കോടി രൂപ. അത് 2 ലക്ഷം കോടി രൂപയോളം കടമെടുത്തിട്ടും കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ലെന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു ഈ പൈസ? എവിടെയാണ് പൈസ പോകുന്നത്? അവിടെയാണ് കുറിച്ച് പറയുന്നത്. 8 സംസ്ഥാനങ്ങൾ 9 സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ കഴിഞ്ഞിട്ടേ അഭിലാഷേ റവന്യൂ RBIയുടെ എന്താ GSDPയുടെ 29% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. അത് അപകടകരമായ രീതിയിൽ 39% മേൽ GSDPയുടെ കടം വന്ന് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന പ്രശ്നം, ഇത്ര ലക്ഷം കോടി രൂപ കടമെടുത്തിട്ട് കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടോ? സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ പണം എവിടെയാണ് പോകുന്നത്? ഇതാണ് ഏറ്റവും പ്രധാന. യാതൊരു പ്രശ്നമാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഡെപ്റ്റ് ടു GSDP റേഷ്യോ 2ാം സ്ഥാനത്താണ് കേരളം. പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും വഷളായി നിൽക്കുന്നത് 39% നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതൊരു പ്രശ്നമാണ്. കേന്ദ്രത്തിനെതിരെ നടക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച സമരത്തോട് എതിർപ്പില്ല. പക്ഷേ ആ സമരത്തിന്റെ മറവിൽ കേരളത്തിൽ നടക്കുന്ന ധനകാര്യ മിസ്മാനേജ്മെന്റിനെ ഒളിപ്പിക്കുന്നതിനോടാണ് എതിർപ്പ്. ഈ ചർച്ചയിൽ നോക്കൂ, ഈ ചർച്ചയിൽ 57,400 കോടി എന്ന് പറയുന്ന ഇമാജിനറി ഫിഗറിനെ കുറിച്ച് പറയാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചകളിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം ചോദിച്ചു, 25,000 കോടി നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ കെട്ടുകാര്യസ്ഥതയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരക്ഷരം വേണ്ടിയോ? എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ് 25,000 കോടി നഷ്ടപ്പെട്ടു എന്നുള്ളത്. എന്തുകൊണ്ട്? IGST വകുപ്പ്, ഇവിടെ IGST വകുപ്പിനെ കുറിച്ച് അരുൺകുമാർ സ്തുതി പാടുകയാണ്. അവിടെ കൃത്യമായിട്ടുള്ള പുനർവിന്യാസം പോലും നടക്കാതെ GSTയുടെ മുഴുവൻ ഇന്റലിജൻസ് സംവിധാനത്തെ തളർത്തിയിട്ട് ഒരു നികുതി വെട്ടിപ്പും കണ്ടുപിടിക്കാൻ കഴിയാതെ ഇവിടുത്തെ ബാറുകളിലൂടെയും സ്വർണ്ണക്കടകളിലൂടെയും നടക്കുന്ന 10,000 കോടി രൂപ ആ വെട്ടിപ്പൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ കെട്ടുകാര്യസ്ഥയുടെ മുഖമുദ്രയായ ധനകാര്യമന്ത്രി ഇന്ന് ഈ പറയുന്ന 57,400 എന്ന് വെച്ചുകൊണ്ട് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ പറയുന്ന പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറച്ചത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഡെവല്യൂഷൻ ഓഫ് ടാക്സസ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതും അതിന് മറുപടി നേടിയതും ഇത് സംബന്ധിച്ച് നിർമ്മലാ സീതാരാമനും ഉൾപ്പെടെ, അല്ലെ ഞാൻ പറയട്ടെ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഞങ്ങൾ നിവേദനം കൊടുത്തത് ഞങ്ങളുടെ MP-മാരാ. എവിടെ പോയിരുന്നു ആരിഫ്? ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. നിങ്ങൾ പോലും പരിഗണിക്കുന്നില്ലല്ലോ ആരിഫിനെ. ഇവിടെ പോരാടിയത് മുഴുവൻ കോൺഗ്രസ്സുകാരല്ലേ? പക്ഷെ നിങ്ങൾ അതിന്റെ പറവിൽ നിങ്ങൾ കാണിക്കുന്ന മുഴുവൻ തെറ്റായ പ്രവണതയും നോക്കിയാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അരുണെ ഉത്തരം മുട്ടുമ്പോൾ ചർച്ച കിടക്കല്ലേ? ഉത്തരം മുട്ടുമ്പോൾ ഞാൻ ഏറ്റവും പ്രസക്തമായ ചോദ്യം ചോദിച്ചപ്പോ മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ 25,000 കോടി നഷ്ടപ്പെടുത്തിയ ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്തെ ഈ നാടിന് മുൻപിൽ ഏറ്റുപറയും. ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു, പക്ഷെ നാട് പ്രതിസന്ധിയിലാണ്, ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോളൂ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനങ്ങളോട് ഏറ്റുപറ. ധൈര്യമുണ്ടോ? അല്ല, നിങ്ങൾ ഈ വർത്തമാനമെല്ലാം ചാനൽ ചർച്ചകളിലല്ലേ ഉള്ളൂ. സമരമുഖത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് എന്താണ് പേടി? ഇനിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ? ഡൽഹിക്ക് ഇനിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങൾ എടുത്തുതരാം ടിക്കറ്റ്. ഞങ്ങൾ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തുതരാം. വരാൻ ധൈര്യമുണ്ടോ? ഏതെങ്കിലും MLA-മാർക്ക് ധൈര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ? ചർച്ചയ്ക്ക് വസ്തുതാപരമായിട്ട് ഡൽഹിക്ക് വരാൻ ടിക്കറ്റ് ഞാൻ എടുത്തുതരാം. ഡൽഹിക്ക് ഒരാൾക്ക് സമരത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കാൻ പറ്റുമോ? 25,000 കോടിയുടെ കണക്ക് പറ. നിങ്ങളുടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പറയാം. ഒരുപടിയില്ല. നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിൽ പറയുന്ന സമരത്തിന് പിന്തുണയാണ്, ഞങ്ങൾ കേന്ദ്രത്തിനെതിരാണ്. എന്നാൽ ഡൽഹിക്ക് വരൂ, ടിക്കറ്റ് ഞാൻ എടുത്തുതരാം. ഒരാൾക്ക് ഒരു MLA-ക്കെങ്കിലും പങ്കെടുക്കാൻ ധൈര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ? MP-മാർക്ക് ധൈര്യമുണ്ടോ? മുട്ടുവരയ്ക്കും ഡൽഹിക്ക് വരാൻ. കാര്യമില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും പോരാടുക. സുപ്രീം കോടതിയിൽ പോരാടുന്നു, ഡൽഹിയിലും സമരം നടത്തുന്നു. എന്നിട്ട്
അതിനെ ഞങ്ങളുടെ നിലപാടിൽ നിന്നും ചോദ്യം ചെയ്തുകൊണ്ട് വരാൻ CPM-നായിട്ടില്ല. ഓക്കെ